അത് ചേട്ടാ ഇപ്പൊ പറയുവാണെങ്കിൽ രാഷ്ട്രീയപരമായിട്ടുണ്ടോ, അതായത് വെറുതെ ഒന്ന് സോഷ്യൽ മീഡിയ ഇല്ല അങ്ങനെ തുറന്നു പറയാനല്ല, വളരെ ഓബ്വിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അതായത് ഇപ്പൊ വളരെ സിമ്പിൾ ആയിട്ട് പറയാം. ഇപ്പൊ ചേട്ടൻ തന്നെ എന്റെ ഒരു ഇൻസ്റ്റഗ്രാമിന്റെ പോസ്റ്റിന്റെ അടിയിലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എന്നെ വിളിക്കുന്ന നെയിം കോളിംഗ് എന്തൊക്കെ രീതിയിലാണ്. അതായത് എന്റെ വീട്ടിൽ ഇരിക്കുന്ന അച്ഛനെയും അമ്മയും, എന്റെ അച്ഛൻ വീണ്ടും ഒരു പബ്ലിക് ഫിഗർ ആണ് പറഞ്ഞോട്ടെ, എന്റെ അമ്മയും ചേച്ചിമാരെ അമ്മ വരെ പറയുന്ന ആൾക്കാരുണ്ട്. അതിന്റെ കൂട്ടത്തില് ഈ പൊളിറ്റിക്കലി, അതായത് എന്നെ ഒരു പാർട്ടിയായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ, അതായത് എന്റെ അച്ഛൻ ഇപ്പൊ ഒരു മിനിസ്റ്റർ ആയിരിക്കുന്ന അതേ പാർട്ടിയായിട്ട്, ഞാൻ വളരെ ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയോട് ഒരു ഇഷ്ടം കൂടുതലില്ല. എനിക്ക് നല്ല വ്യക്തികൾ ഏത് പാർട്ടിയിൽ വന്നാലും അവരെ ഞാൻ സപ്പോർട്ട് ചെയ്യും. അത് ഏത് പാർട്ടിയാണെന്ന് എനിക്ക് നോക്കേണ്ട ആവശ്യമില്ല. എനിക്ക് എന്റെ സംസ്ഥാനം, എന്റെ രാജ്യമാണ് വരുന്നത്. എനിക്കപ്പോ വേറെ പൊളിറ്റിക്കലി നോക്കേണ്ട ആവശ്യമില്ല ഏത് പാർട്ടിയാണ് വരുന്നത്. മേ ബി ഇന്റേണൽ പൊളിറ്റിക്സ് ദേ മൈറ്റ് ഹാവ് റീസൺസ്, പാർട്ടി വന്നാലേ നല്ലതാവും എന്നൊക്കെ പറയാൻ അവർക്ക് പല കാരണങ്ങളും കാണും. ഞാനൊരു സാധാരണ പൗരനാണ്, എനിക്ക് എന്റെ നാട് നന്നായാൽ മതി, അത്രേ ഉള്ളൂ. സോ അങ്ങനെയുള്ള എനിക്കെതിരെ വരെ പൊളിറ്റിക്കലി ഇങ്ങനെ വരുമ്പോഴത്തേക്കും അഗൈൻ ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്, അച്ഛനെ ടാർഗറ്റ് ചെയ്ത് വരുന്നതാവാം, പക്ഷെ അതിപ്പോ എന്റെ കരിയറിനെ എഫക്ട് ചെയ്യാൻ തുടങ്ങി. അപ്പൊ എനിക്കിത് ആരോട് എന്ത് പറയണമെന്ന് പോലും അറിയത്തില്ല. ഐ എം ജസ്റ്റ് ഓപ്പണിംഗ് അപ്പ് നിങ്ങളോടും പ്രേക്ഷകനോടും, എന്താണ് ഇതിൽ എനിക്കൊരു പോംവഴി എന്ന് ചോദിച്ച്. ഞാൻ ഓണസ്റ്റായിട്ട് എന്റെ ഒരു ജോലി ചെയ്ത് മര്യാദയ്ക്ക് ജീവിച്ചോ നോക്കുന്ന ഒരാളാണ്. പക്ഷെ എന്നോട് ആവശ്യപ്പെട്ടത് വേറൊരാൾ മുഖാന്തരം എന്നോട് ആവശ്യപ്പെട്ടത് ആയിരിക്കാം. എന്നോട് ആവശ്യപ്പെട്ട എമൗണ്ട് ആണ് ഞാൻ പറഞ്ഞത്. അതായത് പുള്ളി നെഗറ്റീവ് റിവ്യൂ ഇടത്തില്ല, 1,00,000 രൂപ കൊടുക്കാമെങ്കിൽ നെഗറ്റീവ് റിവ്യൂ ഇടത്തില്ല. അപ്പൊ ഒരുപക്ഷെ ഞാനൊരു ചെറിയ പ്രൊഡ്യൂസറാണ് എന്നുള്ള രീതിയിലായിരിക്കാം ചിലപ്പോ ചോദിച്ചത്. ഇല്ല ഇല്ല, ബൈ ത്രൂ ക്യാഷ് അല്ല. അത് എന്താണെന്നറിയാം, ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഇതിപ്പം ഫസ്റ്റ് ഷോ തന്നെ ഇതിന്റെ സ്റ്റോറി പറയുന്നു, പിന്നെ ക്യാരക്ടർ റിവീൽ ചെയ്യുന്നു. അപ്പൊ തന്നെ ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, നമ്മളിപ്പോ 150 രൂപ മുടക്കുകയാണെങ്കിൽ നമുക്ക് ആ 150 രൂപ നമുക്ക് എങ്ങനെയാണ് നമുക്ക് അത് മുതലാകേണ്ടുന്നത് നമുക്കറിയാം. അത് മുതലായില്ലെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ സിനിമ കാണത്തില്ല. അപ്പൊ അതിന്റെ ഒരു വീഴ്ച നമുക്ക് ഉണ്ടായെന്ന് കൃത്യതയോടുകൂടി നമുക്ക് മനസ്സിലായി. അപ്പോൾ അത് തിയേറ്ററിൽ നിന്ന് നമുക്കത് മനസ്സിലാക്കാൻ കഴിയുകയും നമ്മൾ അപ്പോൾ ഇനി അത് ഒരു ചേഞ്ചസ് ഒക്കെ വരുത്തി റിലീസ് ചെയ്യണം എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അത് മുഖ്യമന്ത്രി CM-നെ കണ്ട് നമ്മൾ പരാതി കൊടുക്കുന്നുണ്ട്, നമ്മൾ ടീമായിട്ട് അങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞതുപോലെ ഇനി ഒരു ഉപദ്രവം ഉണ്ടാകില്ല എന്നൊരു ഉറപ്പോടെ കിട്ടിയെങ്കിലേ നമുക്കിത് ചെയ്യാനും പറ്റത്തുള്ളൂ. അല്ലാതെ വീണ്ടും ഞാൻ കുറച്ച് കാശുകൂടെ മുടക്കി വീണ്ടും അതിനെ നശിപ്പിക്കുക, അത് പാടില്ലല്ലോ. അപ്പോൾ അത്തരത്തിലൊരു ഉറപ്പ് കിട്ടിയാൽ തീർച്ചയായിട്ടും ചെയ്യും. അനിലേട്ടനിപ്പോ ഉദ്ദേശിച്ചതും, അദ്ദേഹം വീണ്ടും ഒരു പ്രൊട്ടക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ, അതായത് വീണ്ടും ഇതിലോട്ട് സ്വന്തം കാശ് ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡിയായ ഒരാളാണ്. എന്തുകൊണ്ട്? നമ്മൾ പ്രേക്ഷകന് പ്രോമിസ് ചെയ്ത ഒരു ആക്ഷൻ ത്രില്ലറാണ്. അതിന്റെ കഥ ഇതേപോലത്തെ പല ഈ യൂട്യൂബേഴ്സും വന്ന് വിട്ടതിന് വീണ്ടും സ്വന്തം തലയിലോട്ട് ആ ചെലവ് ഏറ്റെടുത്ത് പ്രേക്ഷകന് നമുക്ക് പ്രേക്ഷകനോടൊരു ഉത്തരവാദിത്വമുണ്ട്. വീണ്ടും നമ്മുടെ ക്ലൈമാക്സ് ആണ് നമ്മുടെ പ്ലോട്ട് റിവീൽ ചെയ്യുന്നത്, നമ്മുടെ സിനിമയുടെ ഏറ്റവും ഇമ്പാക്ട്ഫുൾ ഭാഗമാണ്. അത് വീണ്ടും ഷൂട്ട് ചെയ്യാനും അതിന്റെ ചേഞ്ചസ് വരുത്താനും സ്വന്തം കാശിട്ടാണ് വീണ്ടും ഈ പ്രൊഡ്യൂസർ നിൽക്കുന്നത്. അത് പ്രേക്ഷകനോടുള്ള ഉത്തരവാദിത്വമാണ്. അപ്പൊ ആ പ്രേക്ഷകന് വേണ്ടിയാണ് ഞാനായാലും വേറെ ഏതൊരു നടനായാലും ഇതിലുള്ള ഏതൊരു ടെക്നീഷ്യനായാലും വർക്ക് ചെയ്യുന്നത്. കാര്യം അവരുടെ ഓണസ്റ്റായ അഭിപ്രായമാണ് നമ്മുടെ കരിയേഴ്സ് ഉണ്ടാക്കുന്നത്. എനിക്ക് അത്രേ ചോദിക്കാനേ ഉള്ളൂ. ഈ സത്യസന്ധമായി കണ്ട് നല്ലതും മോശവും പറയുന്ന പ്രേക്ഷകന് വേണ്ടി ഈ സിനിമ നമ്മൾ റീഎഡിറ്റ്, റീ-റിലീസ്, whatever changes that's needed, പ്രേക്ഷകന് വേണ്ടിയാണ് ചെയ്യുന്നത്. അല്ല, എനിക്ക് ആരെയും സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങനെ ഒരു ഐഡിയ ആർക്കെതിരെ നെഗറ്റീവായിട്ട് എനിക്ക് കൊടുക്കണ്ട. അത് ദാറ്റ്സ് മൈ റെസ്പെക്ട് ടുവേർഡ്സ് ദം. അവരെ നേരിട്ട് കണ്ട് വളരെ ഓണസ്റ്റ്, എനിക്ക് ഇങ്ങനെ ഒരു ഇഷ്യൂ ഫേസ് ചെയ്തു, ഇത് ഇനി അടുത്ത തവണ ഉണ്ടാകുമ്പോഴത്തേക്കും പ്ലീസ് നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണമെന്ന് മാത്രമേ ഞാൻ ചോദിക്കത്തുള്ളൂ. കാര്യം ബോത്ത് വിഷ്വലി ആൻഡ് ഓഡിയോ വൈസ്. ഫസ്റ്റ് ഹാഫിൽ ഡയറക്ടർ തന്നെ ലാസ്റ്റ് പോയി പറഞ്ഞ് അത് മാറ്റിയപ്പോഴത്തേക്കും സിനിമ നമ്മൾ ഉദ്ദേശിച്ച ലെവലിലോട്ട് വന്നായിരുന്നു. ബട്ട് അഗൈൻ ഇത് ഒരു കാര്യം മാത്രമല്ലല്ലോ, ഈ വനിതാ വിനീതയുടെ കാര്യം പറഞ്ഞതുപോലെ അത് ഞാൻ വേറൊന്നും പറയുന്നില്ല. ദാറ്റ് വാസ് സം ടെക്നോളജിക്കൽ ക്ലച്ച്. എനിക്ക് അറിയത്തില്ല എന്തോ ടെക്നിക്കൽ ക്ലച്ച്. ഞാൻ വരെ അന്ന് മെയ് 8-ാം തീയതി രാവിലെ 9 മണിക്ക് മുന്നേ വരെ എടുത്ത് നോക്കിയപ്പോഴും 12:45 എന്നായിരുന്നു ഷോയിന്റെ ബുക്കിംഗ് ടൈം കാണിച്ചത്. 9 മണി കഴിഞ്ഞ് പെട്ടെന്ന് അത് 10 മണിയിലോട്ട് ആവുക. എന്റെ ഫാമിലിയിൽ നിന്ന് തന്നെ വരാൻ കുറെ പേരുണ്ടായിരുന്നു, അവർക്ക് പോലും വന്ന് കാണാൻ പറ്റിയില്ല. അപ്പോ ഇതുപോലെ വേറൊരു സിനിമയ്ക്ക് സംഭവിക്കുന്നതായിട്ട് ഇതുവരെ സത്യം പറഞ്ഞാൽ എനിക്ക് കേട്ട് അറിയത്തോലും ഇല്ല. അപ്പൊ ഐ എം ട്രൈങ് ടു ഫിഗർ ദിസ് ഔട്ട്. എന്താ സംഭവിച്ചതെന്ന്, എങ്ങനെയാ സംഭവിച്ചതെന്ന് അറിയത്തില്ല. ഇങ്ങനെ ഒരു ഇഷ്യൂ നമുക്ക് ഫേസ് ചെയ്തു, അത് എന്തുകൊണ്ടാ ഉണ്ടായെന്ന് കണ്ടുപിടിക്കാനുള്ള മാർഗമാണ് നമ്മളിപ്പോ നോക്കുന്നത്.
ആൻഡ് ഇതൊക്കെ ഇനി എന്തായാലും വി കനോട്ട് റൺ ബിഹൈൻഡ് സംതിങ് ദാറ്റ്സ് ഓൾറെഡി ഗോൺ. ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്ന പറഞ്ഞാൽ പ്രേക്ഷകനോടുള്ള നമ്മുടെ ഉത്തരവാദിത്വം. അതാണ് നേരത്തെ പറയുന്നത്, പ്രൊഡ്യൂസർ ഇൻവെസ്റ്റ് ചെയ്ത് ഈ സിനിമയിൽ വരുത്തേണ്ട ചേഞ്ചസ് വരുത്തി പ്രേക്ഷകന് ആ 150 രൂപ കൊടുത്ത് പോകുമ്പോഴത്തേക്കും അതിൽ തോന്നിക്കുന്ന ഒരു സിനിമ ഡെലിവർ ചെയ്യാനാണ് നമ്മുടെ പ്ലാൻ. അത് നമ്മൾ ചെയ്യാനുള്ള എല്ലാ വഴിയും നോക്കുന്നുണ്ട്. നമ്മളെന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് ഇദ്ദേഹം എന്താ വീണ്ടും ഒരു റിസ്ക് എടുത്താണ് ചെയ്യുന്നത്. സോ എനിക്ക് ഇദ്ദേഹത്തിനോട് നന്ദി പറയാനേ പറ്റത്തുള്ളൂ. ഇപ്പോ മാധവ് പറഞ്ഞല്ലോ, ഞാൻ വീണ്ടും റിസ്ക് എടുത്ത് വീണ്ടും കാശ് മുടക്കുവാണ് എന്ന് പറഞ്ഞല്ലോ. അതില് ചെറിയ ഒരു കാര്യം പറയാനുണ്ട്. വേറെ ഒന്നുമല്ല, ഇപ്പൊ നഷ്ടപ്പെട്ട പൈസ വീണ്ടെടുക്കാനായിട്ട് ആരാണോ നഷ്ടപ്പെടുത്തിയത് അവരിൽ നിന്ന് വീണ്ടെടുക്കാനായിട്ട് ഞാൻ നിയമപരമായി അതിനെ നേരിടും. അത് ഒരു വശം. ഓക്കെ, അത് കഴിഞ്ഞിട്ടാണ് അടുത്ത സ്റ്റെപ്പ് കടക്കുക എന്നുള്ളത്. ഇതൊന്നും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇതെല്ലാം സംഭവിക്കും. ഓക്കെ, അല്ല തീർച്ചയായിട്ടും പറ്റും. അത് അറിയാലോ, ഏത് ഏത് എല്ലാ മേഖലയിലും പിന്നെ നല്ലതും ചീത്തയും ഉണ്ടല്ലോ. അപ്പോ അതിന്റെ ഭാഗമായിട്ട് ചിലപ്പോ ചിലതൊക്കെ തടയാനും പറ്റത്തില്ല, ചിലതൊക്കെ തടയാനും പറ്റും. ഓക്കെ, അനിലോട്ട് പറഞ്ഞ അതേ കാര്യം, എല്ലാ മേഖലയിലും അതിൻ്റെതായ നല്ലതും മോശവും ഉണ്ട്. ഈ റിവ്യൂസിനിടയ്ക്ക് തന്നെ ഇത് ഓണസ്റ്റ് ആയിട്ട് ചെയ്ത് അവരുടെ യൂട്യൂബ് വരുമാനത്തിൽ നിന്ന് ജീവിച്ചു പോകുന്ന ആൾക്കാരുണ്ട്. ഏതോ ഒരു സിനിമേനെയും അനാവശ്യമായിട്ട് മോശം പറയാതെ സത്യമായ അഭിപ്രായം പറഞ്ഞു പോകുന്ന റിവ്യൂവേഴ്സും ഉണ്ട്. അപ്പൊ അവരുടെ അവരുടെ തൊഴിലും കൂടെ ഇല്ലാതാക്കി കൊടുക്കാൻ നമുക്ക് താല്പര്യമില്ല. ഇത് സെലക്റ്റീവ് ആയിട്ട് ചെയ്യുന്ന ആൾക്കാര് അതേപോലെ അവർ ചെയ്യുന്ന മിസ്റ്റേക്കിന് നമ്മൾ അതിനുള്ള ലീഗൽ ആക്ഷൻ സീക്ക് ചെയ്തേ പറ്റത്തുള്ളൂ. കാര്യം ഇത് ആദ്യമല്ല ഉണ്ടാകുന്നത്. ഇതും അവസാനത്തെ സിനിമയാക്കാനാണ്, ഇങ്ങനെ അവഹേളിക്കപ്പെടുന്ന അവസാനത്തെ സിനിമയാക്കി മാറ്റാനേ നമ്മൾ ശ്രമിക്കുന്നുള്ളൂ. ഇനിയും നല്ല സിനിമകൾ ഇറങ്ങാനുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇനിയും ഇൻഡിപെൻഡന്റ് ആയ പ്രൊഡ്യൂസേഴ്സിന് റിസ്ക് എടുക്കാൻ തോന്നണം. അതിനുള്ള ഒരു സർട്ടൺ എമൗണ്ട് ഓഫ് സേഫ്റ്റി മലയാളം സിനിമ കൊടുക്കണം. ആ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയാണ് നമ്മളിപ്പോൾ ഓടുന്നത്. പറഞ്ഞു തുടങ്ങാനാണ് എന്റെ അഭിനയമായിരിക്കും. ഞാൻ ഒരു ആക്ടർ എന്നുള്ള നിലയിൽ ഒരു ഹിറ്റ് സിനിമ ഡെലിവർ ചെയ്തിട്ടില്ല. മേ ബി ഐ എം ജസ്റ്റ് ലേണിംഗ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഇതുവരെ ഞാൻ ഒരിടത്തും പോയിട്ട് ഞാൻ വലിയൊരു ആക്ടർ ആണെന്നോ, പ്രേക്ഷകനാണ് ഏതൊരു ആക്ടറിനെയും സൂപ്പർ സ്റ്റാർ ആക്കുന്നതെന്ന് പറയുന്ന ഒരു സത്യമാണ്. ആ പ്രേക്ഷകൻ കണ്ടിഷ്ടപ്പെട്ട് തീരുമാനിക്കുന്ന ആളാണ് വളർന്നൊരു സൂപ്പർ സ്റ്റാർ ആവുന്നത്. ആളുടെ പെർഫോമൻസ് നല്ലതേ ഉള്ളൂ. അപ്പൊ അതേപോലെ എന്തെങ്കിലും എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റിയാൽ, അതൊന്ന് പ്രേക്ഷകൻ തിരിച്ചറിഞ്ഞാൽ, അങ്ങനെ എനിക്കൊരു സൂപ്പർ സ്റ്റാർ ആവാൻ താല്പര്യം. നമ്മളിതിൽ അഭിനയിക്കുന്നവരെല്ലാവരും മുകളിലെത്താൻ തന്നെയല്ലേ അഭിനയിക്കുന്നത്. ആ ഒരു ആഗ്രഹം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഈ വഴിയാണ് ആ വഴി, ഞാൻ അത് തെളിയിക്കാൻ നോക്കാമെന്ന് പറഞ്ഞതിന് വരെ എന്നെ പ്രേക്ഷകൻ സൂപ്പർ സ്റ്റാർ ആക്കണം എന്ന് ഞാൻ ആക്ഷേപിച്ച പോലെയാണ് പല ചാനൽസും അതിനെപ്പറ്റി ഇട്ടിട്ടുള്ളത്. ദാറ്റ്സ് ഓക്കെ, അഗൈൻ മാനിപ്പുലേഷൻ, ബട്ട് ദാറ്റ്സ് ഓക്കെ. അതൊരു കാരണമാവാം. അഗൈൻ BJPക്കെതിരെ ഉള്ള ഒരു ജനറൽ കേരളയിലുള്ള ഒരു ഡിസ്ലൈക്ക്. എനിക്കൊരു അഭിപ്രായമില്ല അതിനെപ്പറ്റി. എന്തായാലും ആയിക്കോട്ടെ. അതിന്റെ പുറകിൽ എന്റെ അച്ഛനൊരു BJP മിനിസ്റ്റർ ആയതുകൊണ്ട് ചിലപ്പോൾ അതിന്റെ പുറകെ വരുന്ന ഒരു സർട്ടൺ എമൗണ്ട് ഓഫ് ടാർഗറ്റിംഗ് ആയിരിക്കാം. ചേട്ടൻ എന്നെക്കാളും നന്നായിട്ട് അഭിനയിക്കുന്നോണ്ടായിരിക്കും. അതാ ഞാൻ ആദ്യം പറഞ്ഞ പോയിന്റ്. ഐ എം ലേണിംഗ്. എനിക്ക് എന്റെ ഫസ്റ്റ് സിനിമയിലോ സെക്കൻഡ് സിനിമയിലോ തേർഡ് സിനിമയിലോ വന്നൊരു വലിയ കിടിലൻ പെർഫോമൻസ് ഡെലിവറി ചെയ്യാനുള്ള ഒരു അത്രയും നല്ല ആക്ടർ ഒന്നും അല്ല ഞാൻ പഠിച്ചു വരിക. എന്നിൽ എന്തെങ്കിലുമൊക്കെ കണ്ട് വിശ്വസിക്കുന്ന, അങ്ങനെ ഹീറോ ക്യാരക്ടർ ഒന്നും ഇല്ല കേട്ടോ. നല്ല സിനിമയുടെ ഭാഗമാവാൻ പറ്റുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പുണ്യം എന്ന് പറയുന്നത്. സോ ഐ എം ജസ്റ്റ് ലുക്കിംഗ് ടു വർക്ക് ഇൻ ഗുഡ് പ്രോജക്ട്സ്. ഐ എം ലുക്കിംഗ് ടു ലേൺ ആസ് എൻ ആക്ടർ. നമുക്ക് ചെയ്തല്ലേ പഠിക്കാൻ പറ്റും ഈ പണി. ഏതൊരു കോച്ചിങ് ക്ലാസ്സിന് പോയാലും ഈ ചുമ്മാ ഇൻഫർമേഷൻ വെച്ച് പഠിക്കാൻ പറ്റുന്ന ഒരു മേഖല അല്ല ഇത്. എനിക്ക് അതേപോലെ അവസരം കിട്ടുമെന്ന് എന്റെ നല്ലതിന് വേണ്ടി ഞാനും എന്റെ കുടുംബം പ്രാർത്ഥിക്കും. ഞാൻ ജോലി ചെയ്ത് ജീവിക്കാൻ നോക്കുന്ന ഒരാളാണ്. സോ എന്നെ ഹാർഡ് വർക്ക് ചെയ്യാൻ ഒന്ന് അനുവദിക്കണം. ഇതുവരെ എന്റെ കൂടെ വർക്ക് ചെയ്ത് ഏതൊരു ടീമെടുത്ത് ചോദിച്ചാൽ എന്റെ പെർഫോമൻസിനെ ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലും പറയാൻ പറ്റും, എന്റെ കമ്മിറ്റ്മെന്റിനെ ഒരിക്കലും അവർക്ക് പറയാൻ പറ്റത്തില്ല. വൺസ് ഐ ഇൻ, ഐ എം 100% in and I work till the end. അത് കണ്ടായിരിക്കും എനിക്കിപ്പോ ഒരു മൂന്നാമത്തെ സിനിമ പോലും കിട്ടിയത്. അതേപോലെ ഒരു നാലാമത്തെ സിനിമ കിട്ടണമെന്ന് എനിക്ക് ആഗ്രഹിച്ചൂടെ? എന്റെ കരിയർ നന്നാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നതിൽ തെറ്റുണ്ടോ? അതേപോലെ ഞാൻ പരിശ്രമിക്കുക ഒരു ആക്ടറായിട്ട് ബെറ്റർ ആവാനും. അഗൈൻ ഞാൻ എന്നും പറഞ്ഞിട്ടുണ്ട്, മീഡിയയിൽ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഇങ്ങനെ പൊളിറ്റിക്കലി എന്റെ ചോദ്യം ചോദിക്കരുത്, എനിക്ക് വെറുതെ തെറിയേക്കും. പക്ഷെ ഞാനിപ്പോ ന്യൂട്രൽ ആയിട്ടാണ് ഏറ്റവും കൂടുതൽ അഭിപ്രായം പറഞ്ഞിട്ടുള്ളത്. എന്റെ സത്യസന്ധമായ അഭിപ്രായമാണ്. ഐ ആം ന്യൂട്രൽ. പക്ഷെ എനിക്ക് ന്യൂട്രൽ ആയിട്ട് പറയുന്നത് പോലും അതിനെയും തെറി വിളിക്കാൻ ആൾക്കാരുണ്ട്. ഈ ആൾക്കാര് എനിക്ക് ഒരു ജനറൽ, നമ്മുടെ ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യനാണെന്ന് പറഞ്ഞ് എനിക്ക് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അവിടെയാണ് ഞാൻ ഹെയ്റ്റ് ക്യാമ്പയിനിങ് എന്ന് പറഞ്ഞത്. ഒരു ന്യൂട്രലി പറയുന്ന അഭിപ്രായത്തിനെ വളച്ചൊടിക്കാൻ പറ്റണമെങ്കിൽ അത് ഹെയ്റ്റ് ക്യാമ്പയിനിങ് തന്നെയാണ്.
അതെനിക്ക് ഇഗ്നോർ ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പൊ തെളിവോടെ കുറെ കാര്യങ്ങൾ കിട്ടുമ്പോഴത്തേക്കും നമുക്കൊരു മനുഷ്യനെന്ന നിലയിൽ പിന്നെ ഇഗ്നോർ ചെയ്യാൻ പറ്റൂല. അത്രേ ഉള്ളൂ. അച്ഛനും ചേട്ടനും കണ്ടിട്ടില്ല. ചേട്ടൻ ഷൂട്ടിലായിരുന്നു, അച്ഛൻ ഡൽഹിയിലായിരുന്നു. അമ്മയും ചേച്ചിമാരും പോയി കണ്ടു, അമ്മമ്മ കണ്ടു, അമ്മാവൻ. അവർക്ക് അത്യാവശ്യം ഒരു ഇറ്റ്സ് എ ഗുഡ് എന്നുള്ള അഭിപ്രായമായിരുന്നു. അവരും അഗൈൻ 10 out of 10 സിനിമ ഒന്നുമില്ല പറയാം. നമ്മളത് പറയുന്നില്ല, നമ്മളൊരു നല്ല സിനിമ ഇറക്കി എന്നുള്ള വിശ്വാസം നമുക്കുണ്ട്. അവരും അത്രയും തന്നെ പറഞ്ഞിരിക്കുന്നത്. അത് ഇവിടെ ആരും നമ്മുടെ ഉള്ള വർക്കിനെ എക്സാജറേറ്റും ചെയ്യുന്നില്ല, പക്ഷെ അനാവശ്യ ഒരു താത്തി കാണിക്കാൻ നമ്മൾ സമ്മതിക്കത്തില്ല. ബിക്കോസ് വി നോ ദ വർക്ക് വി ഹവ് ഡൺ. You are watching You're watching me and you're watching me on metromatney.com. on metromatney.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.